ഇന്നലെ വിഷുദിനത്തിൽ മലയാളികളെ ആകെ വേദനയിൽ ആഴ്ത്തിയ ഒന്നായിരുന്നു തൃശൂരിലെ അതിരപ്പള്ളിയിലുണ്ടായ കാട്ടാന ആക്രമണം. തൊട്ടുപിന്നാലെ ഇതാ ഇന്നും അത്തരത്തിൽ ഒരു ആക്രമണം ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. 2 പേർ ആണ് ഈ ആക്രമണത്തിൽ മരണപ്പെട്ടത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ വഞ്ചിക്കടവിൽ കുടിൽ കെട്ടി താമസിക്കുകയായിരുന്ന വാഴച്ചാൽ ശാസ്താംപൂവം ഊരിലെ സതീഷും അംബികയുമാണ് മരിച്ചത്. 2 ദിവസത്തിനിടെ 3 പേർക്കാണ് അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം വിട്ടുനൽകാതെ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ ഉയർത്തിയത്. വന്യജീവി ആക്രമണം തടയാൻ ശാശ്വതമായ പരിഹാരം ഉണ്ടാകും എന്ന് കളക്ടർ എത്തി ഉറപ്പു നൽകണം എന്നുള്ളതായിരുന്നു ആവശ്യം. ചാലക്കുടി MP ബെന്നി ബഹനാന്റെ നേതൃത്വത്തിൽ ആയിരുന്നു പ്രതിഷേധം. നടക്കുന്നുണ്ട്. നിങ്ങൾ സർവകക്ഷി യോഗം വിളിക്കും, ആളുകൾ ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും ഒരുമിച്ച് കൂടി ചില തീരുമാനം എടുത്ത് അവർക്ക് ചില പൈസ കൊടുത്ത് അവർ ഒതുക്കുകയാണ് ചെയ്യുന്നത്. ഇത് എത്ര കാലം ഞങ്ങൾ സഹിക്കും? എത്ര കാലം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും? അതുകൊണ്ട് എന്താണ് ഗവൺമെന്റ് ഭാഗത്ത് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് എന്താണ് ചെയ്യാൻ, എങ്ങനെയാണ് ഇതിന്റെ കോമ്പൻസേഷൻ, എന്താണ് ഇനിയുള്ള നടപടികൾ നടത്തുന്നത്, ഇതിന്റെ പോസ്റ്റ്മോർട്ടം എങ്ങനെ നടത്തണം എന്നതിനെ കുറിച്ചിട്ട് ഒരു വ്യക്തത കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളത് സഹകരിക്കും. ഞങ്ങൾ അതിനകത്ത് അവർ നിശ്ചയിക്കില്ല. പക്ഷെ ഉദ്യോഗസ്ഥന്മാരെ ഏതാണ്ട് ഒരു മോളിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നവരാണ് സഭയോട് സമ്മതിക്കും. തൃപ്തികരമായ അയാളെന്നോട് സംസാരിക്കാൻ വേണ്ടി തയ്യാറാക്കില്ല. അയാളിവിടെ വന്നിട്ട് നടപടികൾ മരണപ്പെട്ടവരുടെ മൃതദേഹം എത്തിച്ച ചാലക്കുടിയിലെ താലൂക്ക് ആശുപത്രിയിലും വലിയ പ്രതിഷേധമായിരുന്നു അരങ്ങേറിയത്. നാളെ അതിരപ്പള്ളിയിൽ ജനകീയ ഹർത്താലിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ആണ് ഹർത്താൽ. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് നവമി ദിനേശ് ആണ്. നവമി, 3 മരണങ്ങൾ 24 മണിക്കൂറിനിടെ സംഭവിക്കുന്നു, അതും കാട്ടാനക്കലിയിൽ. മറ്റ് ആക്രമണങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ 3 മരണങ്ങളും എന്നതും എടുത്തു പറയേണ്ടതാണ്. കാരണം ഈ 3 പേരും മരണപ്പെട്ടത് വനവിഭവങ്ങൾ ശേഖരിക്കാനായി വനത്തിനുള്ളിലേക്ക് പോയപ്പോൾ ആണ്. എങ്കിൽ പോലും പ്രദേശവാസികളുടെ അടക്കമുള്ള വലിയ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ആ പ്രതിഷേധത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കാട്ടാനയുടെ ആക്രമണത്തെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത കൈവന്നിട്ടുണ്ടോ നവമി? അഭിലാഷ്, ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു സംഭവം. ഇവർ 4 പേരാണ് വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനു വേണ്ടി കാടിന്റെ ഉള്ളിലേക്ക് പോയത്. സതീഷ്, ഭാര്യ രമ, രവി, ഭാര്യ അംബിക, ഇവർ 4 പേരുമായിരുന്നു. അവിടെ ഒരു കുടിൽ കെട്ടി താമസിച്ചാണ് തേനടക്കമുള്ള വിഭവങ്ങൾ ശേഖരിക്കുന്നതിനു വേണ്ടി പോയത്. ആ സമയത്താണ് കാട്ടാനക്കൂട്ടം ഇവരുടെ അടുത്തേക്ക് പാഞ്ഞടുക്കുകയും ഇവർ ചിതറി ഓടുന്നു. ഈ കാട്ടാനക്കൂട്ടം ഈ വീടുൾപ്പെടെ ഇവർ കെട്ടിയ കുടിലുൾപ്പെടെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം. ഇവർ 4 പേരും ചിതറി ഓടുന്നു. ഈ സമയത്ത് തന്നെ ഇവർ രക്ഷപ്പെടുമ്പോൾ 4 പേരും 4 ഇടങ്ങളിലേക്കാണ് ചിതറി ഓടിയത്. ഇവർ പ്രതീക്ഷിച്ചത് എല്ലാവരും ഒന്നിച്ച് തന്നെ രക്ഷപ്പെട്ട് ഇവരുടെ വീടുകളിലേക്ക് എത്തും എന്നൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ സതീശനെ ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ സതീശനെ കാട്ടാന ആക്രമിക്കുന്നതായി ഇവർ കണ്ടു എന്നുകൂടി പറയുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് രാവിലെ നോക്കുമ്പോഴാണ് ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന 2 പേരെ, സതീശനും ഒപ്പം അംബിക, ഇവരെ 2 പേരെയും കാണാത്ത വിവരം മറ്റുള്ളവർ അറിയുന്നത്. പിന്നീട് നടത്തിയ തിരച്ചിലാണ് ഇവരെ 2 പേരുടെയും മൃതദേഹം കണ്ടെത്തിയത്. സതീശന്റെ മൃതദേഹം പാറപ്പുറത്തും അംബികയുടെ മൃതദേഹം പുഴയിൽ നിന്നുമാണ് കണ്ടെത്തിയത്. ഇതിൽ സതീശന്റെ ശരീരത്തിൽ കാട്ടാന ആക്രമിച്ചതിന്റെ പാടുകൾ, ചവിട്ടിയതിന്റെ അടക്കം പാടുകളുണ്ട്. അംബികയുടെ ശരീരത്തിൽ തലയിൽ മാത്രമാണ് മുറിവുള്ളത്. ഈ തലയിടിച്ച്, പാറക്കെട്ടിൽ തലയിടിച്ചാണ് അംബിക മരിച്ചതെന്നൊരു നിഗമനമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പക്ഷെ അതിനി സ്ഥിരീകരിക്കേണ്ടി വരും. വനംവകുപ്പ് പറയുന്നത് ഇവരെ 2 പേരും മരിച്ചത് കാട്ടാന ആക്രമണം മൂലമാണോ അതോ കാട്ടാന ഓടിച്ചതിന്റെ ഫലമായി ഓടുന്നതിനിടയിൽ കാൽവഴുതി പുഴയിലേക്ക് വീണതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാണോ മരിച്ചതെന്നുള്ളൊരു കാര്യമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ അതിലൊരു വ്യക്തത കൈവരികയുള്ളൂ. പക്ഷേ ദൃക്സാക്ഷികൾ പറയുന്നത്, അതായത് ഈ മൃതദേഹം കണ്ടവർ
സതീശന്റെ ശരീരത്തിൽ ആന ചവിട്ടിയതിന്റെ പാടുകൾ ഉണ്ടെന്ന് തന്നെയാണ്. അങ്ങനെ ഇതൊരു കാട്ടാന ആക്രമണം തന്നെയാണെന്നാണ് നാട്ടുകാരും ഈ അയൽവാസികൾ ഉൾപ്പെടെയുള്ളവർ ഈ മൃതദേഹം കണ്ടവർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. എന്തായാലും മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ വലിയൊരു പ്രതിഷേധം ഇവിടെ ഉണ്ടായി അഭിലാഷ്. അതായത് മൃതദേഹം എന്തായാലും കാട്ടാനയുടെ ആക്രമണം എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഘട്ടത്തിൽ വനം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണത്തിലേക്ക് പോയിരുന്നില്ല. കാരണം ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷമേ മരണകാരണം എന്ത് എന്നതിൽ വ്യക്തത കൈവരികയുള്ളൂ. വലിയ പ്രതിഷേധമാണ്. കാരണം ഒരേ പ്രദേശത്ത് തന്നെയാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മൂന്നാമത്തെ മരണം എന്നത്. അതും കാട്ടാനയുടെ ആക്രമണത്തിൽ ആണ്. ഇവർ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആണ്. അവർക്ക് വനവിഭവങ്ങൾ ശേഖരിക്കാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും ഒക്കെയുണ്ട്. അങ്ങനെ എത്തിയവർ ആണ് ഇവർ. അങ്ങനെയുള്ള ആളുകൾക്ക്, അതും ചെറുപ്പക്കാരായ ആളുകൾക്കാണ്, ഈ 3 പേരും ചെറുപ്പക്കാരായിരുന്നു എന്നതും എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. വലിയ പ്രതിഷേധമാണല്ലോ ഇന്നിപ്പോൾ നടന്നത് നവമി. അതെ അഭിലാഷ്, അംബികയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയത്. കാരണം അവർ പറയുന്നത് എത്രയും വേഗം ബന്ധുക്കൾക്ക് ഈ മൃതദേഹം വിട്ടു നൽകണം. കാരണം ഇന്നലെ രാത്രി മരിച്ചതാണ്. ഇന്ന് ഈ സമയമായതും പോസ്റ്റ്മോർട്ടം നടപടികൾ പോലും ആരംഭിച്ചില്ല. അതിൽ വലിയ പ്രതിഷേധം ബന്ധുക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരുടെയും പോസ്റ്റ്മോർട്ടം 2 ഇടങ്ങളിലേക്ക് നടത്തണമെന്നുള്ളൊരു ആവശ്യമാണ് കുടുംബം ഉന്നയിച്ചത്. അതിന്റെ ചർച്ചയുടെ ഫലമായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് അംബികയുടെ മൃതദേഹവും ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ തന്നെ സതീശന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി എടുത്തിട്ടുണ്ട്. ഇതിൽ കോൺഗ്രസ് MP ബെന്നി ബെഹനാൻ അടക്കം വലിയ രീതിയിൽ പ്രതിഷേധമുയർത്തിയത് ഇത് കളക്ടറടക്കം വന്ന് ഇവരുടെ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ്. ആ പ്രശ്നം ഉണ്ടാക്കാതെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടു നൽകില്ല എന്നതാണ് ബെന്നി ബെഹനാൻ MP പറഞ്ഞത്. പക്ഷേ അത് ബന്ധുക്കളെ സംബന്ധിച്ച് അവർക്ക് എത്രയും വേഗം മൃതദേഹം വിട്ടുകിട്ടണം എന്നൊരാവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ പ്രതിഷേധമായിരുന്നു അവിടെ. നിങ്ങൾക്ക് മൃതദേഹം എത്രയും വേഗം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹം കിട്ടണമെന്നുള്ളതല്ലേ? അതെ അതെ, അതിനിങ്ങനെ തടഞ്ഞു വെക്കേണ്ട കാര്യം എന്തുവാ? ഒരാൾക്കും ഒരു തടഞ്ഞു വെക്കാനുള്ള അധികാരമില്ല. ആദിവാസികളാണ്. ഒരു ആവശ്യത്തിന് വന്നു കഴിഞ്ഞിട്ട് ആന ചവിട്ടി കൊന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവരും വരും. എന്നിട്ട് വന്ന ദിവസം വന്നതുപോലെ എല്ലാം തിരിച്ചു പോകും. അവിടെ എന്ത് സംഭവിച്ചു, ഇനി അവിടെയൊക്കെ എന്താണ് ആവശ്യങ്ങള്, എന്ത് ചെയ്ത് കൊടുക്കണം എന്നും ഒരാൾ പോലും അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ആ മരിച്ച ചേച്ചിയുടെ 3 പെൺമക്കളുണ്ട്. അവർക്കിനി എന്തെങ്കിലും സഹായങ്ങൾ ഇവർ ചെയ്തു കൊടുക്കോ? ഒരാൾ പോലും തിരിഞ്ഞു നോക്കില്ലല്ലോ ആ ഭാഗത്തേക്ക്. ഇപ്പൊ ഇവിടെ വന്ന് ഈ തടഞ്ഞ ആൾക്കാർ തന്നെ അവിടെ വരുമോ? വരില്ല. ഈ വന്ന ആൾക്കാർ ആരാന്ന് പോലും അറിയില്ല. ഞങ്ങൾ ഇന്നമാതിരി എന്റെ ആങ്ങളെയും കൂടിയാണ് ആ മരിച്ചത്. പിന്നെ ആ ചേച്ചി ഞങ്ങളുടെ ബന്ധുവും കൂടിയാണ്. ഇങ്ങനെ ഒരു ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളെല്ലാവരും വന്നു. ചാലക്കുടിയിലേക്ക് കൊണ്ടുവന്നു പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞു, കൊണ്ടുവരാന്ന് പറഞ്ഞു, കൊണ്ടുവന്നു. പിന്നെ അത് ഇവിടെ വന്നിട്ട് തടയേണ്ട കാര്യം എന്താണെന്നാണ് ഞങ്ങൾ ചോദിക്കണത്. ഇവരൊക്കെ ആരാ, എവിടെ നിന്ന് വന്നു? സ്ഥലമില്ല ഞങ്ങൾക്ക് വീടുമില്ല, സ്ഥലമില്ല. സ്ഥലം ചോദിച്ചിട്ട് തന്നെ എന്തോരോ വർഷങ്ങൾ കഴിയണത്. അവിടെ നിന്ന് വാഴച്ചാനിന്ന് വേറെ സ്ഥലം കിടക്കാനായിട്ട് കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്യില്ല. വീണ് സ്ഥലമില്ലാണ്ട് അതേമാതിരിയാണ് ഇങ്ങനെ കിടന്ന് ഉണ്ടാക്കണത്. അല്ലാതെ ഈ മൃതദേഹം നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം, അതിനുശേഷം അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇപ്പൊ ഇല്ല പറയാൻ? അത് ഞങ്ങൾക്ക് വേഗം കൊണ്ടുപോകണത്. മൃതദേഹം വേഗം കൊണ്ടുപോകാനാണ്. കാലത്ത് ഒന്നും കഴിക്കാണ്ടാണ് ഞങ്ങൾ ഈ വന്നത്. പല്ല് വരക്കം തേച്ചിട്ടില്ലേ. ഇത് അറിഞ്ഞിട്ട് ഞങ്ങൾ പല്ല് വരക്കം തേക്കാണ്ട, ചായ വരക്കം കുടിക്കാണ്ട ഞങ്ങൾ ഓടിപ്പാഞ്ഞ് അവിടെ വരം വന്നത്. ഈ 5-10 കിലോമീറ്റർ വരണ്ട അതിരപ്പള്ളിക്ക് വാശാലിൽ നിന്ന്. കളക്ടർ അടക്കമുള്ളവർ വന്നാൽ മാത്രമേ മൃതദേഹം വിട്ടുകൊടുക്കൂ പോസ്റ്റ്മോർട്ടത്തിനായി എന്നാണ് MP അടക്കമുള്ളവർ പറഞ്ഞത്. നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു ആവശ്യമൊന്നുമില്ല? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ വരുമെന്നുള്ള പ്രദേശം അറിയില്ല. ഇതിങ്ങനെ വന്നു പോയി. ആരാ ഇതിന്റെ മുന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് അതറിയില്ലായിരുന്നു. അങ്ങനെ ഇനിയുള്ള നിങ്ങളുടെ സുരക്ഷ അത് ഉറപ്പാക്കിയാൽ മതി എന്നുള്ളൊരു ആവശ്യം. ഇനിയിപ്പൊ ഞങ്ങളുടെ ഈ ആവശ്യം ഒന്ന് ഇതാക്കി കിട്ടിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ ചെക്കനാണത്, ബോഡി അത് വിട്ടു തരണം പോണം. ഇത്രയേ ഉള്ളൂ ആവശ്യം.
ഇനി ഇത്തരത്തിലൊരു നിങ്ങൾക്ക് കൂട്ടത്തിലുള്ള ഒരാളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള നടപടിയാണ് ചെയ്യേണ്ടത്. അതന്നെ സത്യമാണ്. മൃതദേഹം പിടിച്ചു വെക്കുന്നതിലൊന്നും അല്ല. അല്ല നമുക്ക് ഇനിയുള്ളത് നമ്മളിങ്ങനെ വോട്ടിന് മാത്രം വന്നിട്ട് കാര്യമില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അഭിലാഷ് സതീശന്റെ അച്ഛനും മറ്റു ബന്ധുക്കളുമാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. അവരുടെ ആവശ്യം ഒന്ന് മാത്രം, ഇങ്ങനെ മൃതദേഹം തടഞ്ഞു വെക്കുകയോ അല്ലെങ്കിൽ കളക്ടറുടെ ഉറപ്പോ ഒന്നുമല്ല. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി ഇവരുടെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരാളുടെയും ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള നടപടിയാണ് സർക്കാരിന്റെയും വനംവകുപ്പിന്റെയും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ബെന്നി ബെഹനാൻ MP ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി നടത്തിയ പ്രതിഷേധത്തിനോടൊന്നും ഇവർക്ക് അനുകൂല നിലപാടില്ല. ഇതെല്ലാം അവരുടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പായി തന്നെയാണ് ഇവർ കണക്കാക്കുന്നത്. തീർച്ചയായും അതാണല്ലോ നവമി ഇപ്പോൾ